ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അറിയിപ്പ് വീഡിയോയാണ്. ഓക്കെ, ഇത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, 55ഓളം വേക്കൻസികളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കുള്ള ഒരു അറിയിപ്പ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറയാനുണ്ട്. അത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ താഴെ ഫോളോ ചെയ്യുന്ന നമ്പറിലൊക്കെ വിളിച്ചന്വേഷിക്കുക. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന KVS, NVS, CTET, KTET അഡ്മിഷൻ എടുക്കുന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ RRB ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, LPUP ലോങ് ടേം, ഇതിനൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ലൈവിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ. വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ 77 ആദ്യത്തെ നമ്പർ 77 36 75 0473 എന്ന് പറഞ്ഞ നമ്പറാണ്. അതുവഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ചുപേര് കേട്ടിട്ടുണ്ട്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1921 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ഫൗണ്ടർ രവീന്ദ്രനാഥ് ടാഗോറാണ്. NAC അക്രഡിറ്റേഷൻ ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ടുകളെല്ലാം നൽകപ്പെടുന്നത്. ഇതിന്റെ ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ വൈസ് ചാൻസലർ പ്രൊഫസർ പ്രബീർ കുമാർ ഘോഷ് ആണ്. റക്ടർ നമുക്കറിയായിരിക്കുമല്ലോ, ഗവർണർ ആയിരിക്കും അതാത് സംസ്ഥാനങ്ങളിലെ. വെസ്റ്റ് ബംഗാളിലാണ് ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിസിറ്റർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെയുള്ള വളരെ വിശാലമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അറിഞ്ഞുകൂടാത്തവർ കൂടുതൽ വിവരങ്ങൾ വിശ്വഭാരതി വിക്കിപീഡിയ ജസ്റ്റ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പോസ്റ്റുകൾ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വിശ്വഭാരതി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ത്രൂ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഏകദേശം 55ഓളം പോസ്റ്റാണ് എന്ത് ചെയ്യുന്നത് വിശ്വഭാരതി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുവാനും പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, ജോലിയുടെ കാര്യം പറയണ്ടല്ലോ, സാലറിയുടെ കാര്യം പറയേണ്ടതില്ല അല്ലേ, അറിയാമായിരിക്കുമല്ലോ. വിശാലമായ സാലറി എല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ പോസ്റ്റുകൾ ഏതൊക്കെയെന്നും കൂടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം, ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ലേ, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൽ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിശ്വഭാരതി അഡ്വർടൈസ്മെന്റ് നമ്പർ 2/2025 29/5/2025 വന്നതാണ്. ഓക്കെ, അതിന് 117 പോസ്റ്റാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. 117 പോസ്റ്റ്. അതിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ജിയോഗ്രഫി എല്ലാം അസോസിയേറ്റ് പ്രൊഫസറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഹിസ്റ്ററി അത് ഓരോ കാറ്റഗറി വൈസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാറ്റഗറി ഉണ്ട്, അതായത് അൺറിസർവ്ഡ് ഉണ്ട്, OBC ഉണ്ട്, SC ഉണ്ട്. ഓക്കെ, SCക്കൊക്കെ ഒത്തിരി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺറിസർവ്ഡിനും ഒക്കെ ഒത്തിരി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹിസ്റ്ററി, ഫിലോസഫി, എക്കണോമിക്സ്,
ആർക്കിയോളജി, ആന്ത്രോപോളജി, വിമൺ സ്റ്റഡീസ്, പിന്നെ ബംഗാളി, ഇംഗ്ലീഷ്, സംസ്കൃതം, ചൈനീസ്, ഹിന്ദി, ഫ്രഞ്ച്, റഷ്യൻ, ബോട്ടണി, സുവോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ബയോടെക്നോളജി, മാത്തമെറ്റിക്സ്, എഡ്യൂക്കേഷൻ, അഗ്രോണമി, അതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിംഗ്, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസ് എക്സ്റ്റൻഷൻ, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ REC, അതുപോലെ ഗാന്ധി സെന്റർ, ഇന്ദിരാഗാന്ധി സെന്റർ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യോഗിക് ആർട്ട് ആൻഡ് സയൻസ്, അതുപോലെ തന്നെ ഡിസൈന്, ഗ്രാഫിക് ആർട്സ്, ഹിസ്റ്ററി ഓഫ് ആർട്സ്, പെയിന്റിങ്, പിന്നെ അങ്ങനെ മ്യൂസിക്, ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോഴത്തേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവിടെ പേ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് 1,39,400 ആണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. 7th പേ മാട്രിക്സ് ആണ്. ഇപ്പൊ നമുക്ക് ഉടൻ തന്നെ 8th പേ മാട്രിക്സ് സ്റ്റാർട്ട് ആകും. അപ്പോഴേ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം സാലറി വരും. ഓക്കെ, അതിന്റെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗുഡ് അക്കാഡമിക് റെക്കോർഡ് വിത്ത് PhD ഡിഗ്രി ഇൻ കൺസേൺഡ് അലൈഡ് റെലവന്റ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. PGക്ക് 50% മാർക്ക്. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ എന്ത് ചെയ്യും, ഡിസൈറബിൾ ആയിട്ട് പരിഗണിക്കുന്നതാണ്. പിന്നെ ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റിന്റെ എന്താണ് അതിന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും എന്ത് വേണ്ട, PhD വേണമെന്നുള്ള നിർബന്ധം ഇല്ല, ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഓരോന്നിനും സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നെറ്റ് ക്വാളിഫിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഓരോ പോസ്റ്റും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിസിറ്റി പറയുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ അത് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് അപ്ലൈ ചെയ്യുക. ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. അത് അക്കാഡമിക് ലെവൽ 13A 2000, അക്കാഡമിക് ലെവൽ 10 1600 അത് ആപ്ലിക്കേഷൻ അയക്കേണ്ട ഫീ എന്ന് പറയുന്നത്. വുമൻ കാൻഡിഡേറ്റ്സ് ആൻഡ് ഫിസിക്കലി ഹാൻഡികാപ്ഡ് കാൻഡിഡേറ്റ്സ് 40% എബോവ് ഉള്ള, അതാണല്ലോ നമ്മുടെ ഇതെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് 40% ആണ്. ആർ എക്സംപ്റ്റഡ് ഫ്രം പേയിങ് ഫീസ്. അതായത് സ്ത്രീകൾക്ക് ഫീസ് ഇല്ല കേട്ടോ, സ്ത്രീകൾക്ക് ഫീസ് ഇല്ല. ഫിസിക്കലി ഹാൻഡികാപ്ഡിന് ഫീസ് ഇല്ല. ഓക്കെ, SC ST കാൻഡിഡേറ്റ്സ് 25%, അതായത് 2000-ന്റെയും 1600-ന്റെയൊക്കെ 25% ഫീസ് പേ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ലേഡീസ് ആണെങ്കിൽ, വുമൻസ് ആണെങ്കിൽ, ഗേൾസ് ആണെങ്കിൽ ഫീ ഒന്നും തന്നെ ഇല്ല. PHനും ഫീ ഇല്ല. SC STക്ക് 25% ഫീ ആണ് വേണ്ടത്. ഓക്കെ, ഇന്റർവ്യൂവിനും ഇന്ററാക്ഷനൊക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടി എന്ന് നൽകത്തില്ല എന്നാണ് അവർ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അഡ്മിഷൻ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/6/2025. ഓക്കെ, ജൂൺ ലാസ്റ്റ് 30-ാം തീയതിയാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഓൺലൈൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകുന്നത് 30 ജൂൺ 2025 11:59 PM. ഓക്കെ, അപ്പം ഈ ഞാൻ ഈ പറഞ്ഞ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കിയിട്ട് വിശ്വഭാരതി എന്ന് പറഞ്ഞ് തന്നെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് viശ്വഭാരതി.ac.in viശ്വഭാരതി.ac.in എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതിന്ന് ഇവിടെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനും മറ്റുമെല്ലാം പറ്റും. ഈ സൈറ്റിൽ കയറിയാൽ തന്നെ ഇതിൽ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതലൊന്നും ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, കാരണം
എന്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി ഞാൻ എടുത്തു പറയുന്നത്, സ്ത്രീകൾക്ക് ഫീസ് ഇല്ല, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് ഫീസ് ഇല്ല, അതുപോലെ SC/ST കമ്മ്യൂണിറ്റിക്ക് 25% ഫീസ് പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നെറ്റും PhD ഒക്കെ ഉള്ളവര്, അല്ലെങ്കിൽ ഇതിന്റെ ഓരോ പോസ്റ്റും ഓരോ റെലവെന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക നോട്ടിഫിക്കേഷൻസ്, എന്നിട്ട് അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക. ഓക്കെ, വളരെയധികം പോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും വിളിച്ചിട്ടുണ്ട്, കാറ്റഗറി ബേസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ വെരി ഹൈ സാലറി ആണുള്ളത്. ബംഗാളിലാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കാണുന്നവര് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.